സമയം നമ്മൾക്ക് ഇന്ന് വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംശയങ്ങളുടെ ദൂരീകരണങ്ങളും എന്നുള്ള നിലക്ക് നമ്മൾക്ക് ഈ ക്ലാസ്സിന് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇനി ഏതെങ്കിലും അടുത്ത ഉസ്താദുമാര് ഉണ്ട് എങ്കിൽ ക്ലാസ് എടുക്കുന്ന അതിന്റെ എനിക്കെന്തായില്ല അതിന്റെ ഷെഡ്യൂൾ അറിയില്ല. അപ്പോ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ തന്നെ നമ്മൾ മൈക്കും വിട്ടുതരാം എന്ന് ഉണർത്തുന്നു. അപ്പൊ ഏതായാലും ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തില് വീട് നിർമ്മാണം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് നിർമ്മാണം എന്ന് പറഞ്ഞാല് ഒരു വലിയ ചെലവേറിയ പദ്ധതിയാണ്. അപ്പോ നമ്മൾക്ക് വിചാരിക്കുന്ന എമൗണ്ടിന്ന് ഒരു വലിയ അന്തരത്തിലാണ് സാധാരണ അതിന്റെ പണി കഴിഞ്ഞു വരുമ്പോഴത്തേക്കും വരുന്നതിന്റെ ഒരു പ്രധാന കാരണം കാലങ്ങളുടെ താമസമാണ്. ഈ കാലങ്ങളുടെ താമസം ഇന്നത്തെ അവസ്ഥയിൽ ഇപ്പോ ഡോളറിന് കുറഞ്ഞാലും ഡോളറിന് കൂടിയാലും പെട്രോളിന് കുറഞ്ഞാലും പെട്രോൾ കൂടിയാലൊക്കെ സാധാരണക്കാരനായ നമ്മളുടെ കീശയിൽ മാറ്റം വരുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ മാറ്റി മറിച്ചു വെച്ചു. എന്നിട്ട് ഇവിടെ പെട്രോളിന് ക്രൂഡ് ഓയിലിന് വില ആശ്വാസം കൊടുക്കേണ്ട ആ പണം പിൻവലിച്ചിട്ട് ഭൂമിയിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു ന്യൂസ് കണ്ടു. ടാബ്ലറ്റുകള്, ലാപ്ടോപ്പുകള് സൗജന്യ നിരക്കില് ഇന്ത്യ ഗവൺമെന്റ് വിതരണം ചെയ്യുന്നു. അതിന് ഏകദേശം 10,000 കോടിയാണെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ഒറ്റ ന്യൂസ് ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. ഏകദേശം 10,000 രൂപയോളം കോടിയോളം രൂപ അതിനുവേണ്ടി ചെലവിയാണ്. അപ്പൊ ഇത്തരത്തിൽ അതേപോലെ നമ്മുടെ തൊഴിൽ ഉറപ്പ് പദ്ധതി, ആ തൊഴിൽ ഉറപ്പ് പദ്ധതിയും അതേ രൂപം തന്നെയാണ്. കാരണം ഈ കാലങ്ങൾ അത്രയും റോഡ് സൈഡിൽ പുല്ലുണ്ടായിട്ട് ഇവിടെ ഒരു വാഹനാപകടവും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇന്ന് ഈ പുല്ല് ചെത്തിയിട്ട് അതിന് ഇവിടെ ആളുകൾക്ക് പൈസ കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പൊ അത് കോടികളാണ് അതിന്റെ ഒരു കയ്യിട്ടുകാരനൊക്കെ വേറെ ഭാഗം ഏതോ ആട്ടെ. അങ്ങനെ അത്തരത്തില് ഗവൺമെന്റിന്റെ പൊതുജനങ്ങളെ വോട്ടിന് വേണ്ടി കണ്ണിൽ പൊടിയിടുന്ന ആ ഒരു അവസ്ഥ കൊണ്ടാണ് സത്യത്തില് ഇപ്പോ ഈ ചെറിയ ഒരു ആഭ്യന്തര ആഗോള വിപണിയിലെ ചാഞ്ചാട്ടം വരെ സാധാരണക്കാരുടെ കീശയിലേക്ക് വരാനുണ്ടായതിന്റെ ഒരു പ്രധാന കാരണം. അപ്പൊ ഏതായാലും ആ മെറ്റീരിയൽസിന് വരുന്ന വിലക്കുറവ്, അതായത് വില കൂടുതൽ പല സമയങ്ങളിലും അനിയന്ത്രിതമായിട്ടത് സിമെന്റിന് അതുപോലെ കമ്പിക്ക് ഇതിനൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നിലക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വില സമയങ്ങൾ കൂടുക. അതേപോലെ ആണ് നാട്ടിൽ ഉപയോഗിക്കുന്ന മണല്. ഈ മണലിന് ആയിക്കോട്ടെ ഇപ്പൊ ഡോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അതൊക്കെ അത്യാവശ്യം ഡോട്ടിന്റെ ആവശ്യക്കാരനാണ്. ഇപ്പൊ ഡോട്ട് ഇട്ട ഒരാളെ ഫ്രണ്ട് കൈവെക്കി വന്നില്ലേ, നിർബന്ധമായിട്ട് ഡോട്ട് മാറ്റണ്ട. അപ്പോ ഈ മണലിന്റെ സത്യത്തിൽ എന്ത് ചെയ്തു, സാധാരണ നിലക്ക് ജനങ്ങള് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മണലിന് ഗവൺമെന്റ് ഇടപെട്ട് അതിൽ പാസ് ഏർപ്പെടുത്തി മറ്റു വിഷയങ്ങൾ ഏർപ്പെടുത്തി ഇങ്ങനെയൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോ സത്യത്തിൽ ഇവിടെ എന്ത് ചെയ്തു, മണലിന്റെ ഒരു മാഫിയ തന്നെ ഉടലെടുത്തു. അങ്ങനെ മാഫിയ ഉടലെടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പൊ ഏകദേശം 100 ഫൂട്ട് മണലിന് വലിയൊരു സംഖ്യ. ഞാൻ ഇതിന്റെ വില പറഞ്ഞില്ല, കാരണം ചില ആളുകൾ ഇപ്പൊ വില കുറവായിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞങ്ങൾക്ക് മോങ്ങന്ന് കിട്ടുന്ന വില ഞാൻ പറയാത്ത പേടി, അതിലേറെ വില കുറവുണ്ടാവും വേറെ ഏതെങ്കിലും നാട്ടില്. അപ്പൊ അതുകൊണ്ട് കണ്ടോ മോങ്ങത്തതാണ് വില, അതുകൊണ്ട് ഇന്ന നാട്ടിൽ ഈ വില കിട്ടണം. അങ്ങനെയാണ് ബിസിനസിന്റെ നിലപാട്. അപ്പൊ എന്ന് പറഞ്ഞാല് അത് വെറുതെ കൂടാൻ നിൽക്കണ്ട എന്നുള്ളതുകൊണ്ട് അത്രയ്ക്കധികം വലിയൊരു വിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. അതിലൊരു നല്ല വിഭാഗം പൈസ എത്തിപ്പെടുന്നത് ഇവിടുത്തെ മണൽ മാഫിയ എന്ന് പറയുന്ന ആ മാഫിയക്കാരുടെ കയ്യിലേക്കാണ്. കാരണം ഇത് മുഴുവൻ അവർക്ക് കിട്ടാൻ ഞാൻ പറയുന്നില്ല. അതിനകത്ത് അവർക്ക് കുറെ ചെലവുകളുണ്ട്. കാരണം ഒരു ലോറി ഓടുകയാണെങ്കിൽ 3 ബൈക്ക് മിനിമം ഓടണം. അതിൽ 3 ബൈക്കില് 6 ആളും വേണം, ലോറിയിൽ ഡ്രൈവറും വേണം. അപ്പൊ 6-7 ആള് ഇതിന്റെ വൈത്താലെ പോയെങ്കിൽ എന്താക്കാൻ പറ്റുള്ളൂ, ഒരു മണലിറക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ മണലിറക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയാണ്. സംഗതി അതിന്റെ ഒരു ഭാഗം സത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ തരത്തിൽ അനാവശ്യമായ ചെലവൊക്കെ ഗവൺമെന്റ് അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങൾ ഫലവത്തല്ലാത്ത രീതിയിൽ ഏർപ്പെടുത്തുക എന്നതാണ്. നിങ്ങൾ അൽവണ്ണപ്പാറ വഴിക്കൊക്കെ പോയാൽ കാണാൻ റോഡ് സൈഡിൽ ഇങ്ങനെ വെറുതെ പോലീസായി നിൽക്കും.
ബൈക്കിനൊക്കെ പോകണം വിചാരിക്കും, ആദ്യമായിട്ടൊക്കെ പോകണം വിചാരിക്കും, പടച്ചോനെ ഇതിപ്പോ പോലീസ് നമുക്ക് പണിയായല്ലോ, ഓന് അഥവാ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങനെ മണിക്കൂറൊക്കെ കാത്തുക്കും, എന്നാലും പോലീസ് അവിടെ നിന്ന് പോകില്ല. പോലീസ് അവിടെ അങ്ങനെ നിൽക്കും. അപ്പൊ ഇത് നിൽക്കുന്നത് ബൈക്കാരനെ പിടിക്കാനല്ല, മറിച്ച് ഏതെങ്കിലും ലോറി മണൽ കയറ്റി പോയിട്ടുണ്ടോ, ആ പോകുന്നുണ്ടെങ്കിൽ ആ ലോറിയുടെ ഡീറ്റെയിൽസ് എടുക്കാനും ആ ലോറിനെ പിടിക്കാനും വേണ്ടി മാത്രമാണ്. അപ്പൊ അങ്ങനെ സത്യത്തിൽ ഇവിടെ ക്രമസമാധാന പാലത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന പോലീസുകാരനെ മണൽ പിടിക്കുക എന്നുള്ള സംഭവത്തിൽ പിടിച്ചിട്ട് ഈ മണല് ഒരു ഉപകാരവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥ. ആ ലോറിയും പോലീസ് സ്റ്റേഷനിൽ, മണലും പോലീസ് സ്റ്റേഷനിൽ. അതുകൊണ്ട് നാട്ടിലേക്ക് എന്താ ഉപകാരമുണ്ടാവും? നാട്ടിലേക്ക് ഉപകാരമില്ല, സർക്കാരിന് ഉപകാരമുണ്ടാവും? അതുമില്ല. ആ ലോറിയും പോയി, അവന്റെ ആ മണലും പോയി. മറിച്ച് ആ മണലിന് ഉപയോഗപ്പെടുത്താണെങ്കിൽ ലോറി അവനെ പിടിച്ചോ കൊണ്ടുപോയിക്കോട്ടെ, എന്നാലും വേണ്ട, മണലും അതും സാധിക്കുന്നില്ല. അപ്പോ ഈ പുഴയിൽ കിടക്കുന്ന മണലിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവെക്കുന്ന അവസ്ഥയും നമ്മുടെ ഇത്തരം ബുദ്ധി കൊണ്ട് സംഭവിച്ചു പോയി. ഏതായാലും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സാധാരണക്കാരന്റെ ഒരു പ്രതീക്ഷയുമില്ലാത്ത വില കൂടുതലും വിഷയങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ. അപ്പൊ ഇങ്ങനെയാകുമ്പോ ഇതിനൊക്കെ ഒരു അറിഞ്ഞു വരുത്തുക എന്നുള്ളതല്ല, പക്ഷെ അതിന് എന്തിനുമുണ്ടല്ലോ ഒരു ഓപ്പോസിറ്റ് ഭാഗം. അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ ഒരു ന്യായമായിട്ട് നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ കൈയെടുത്ത് വെച്ച് പറ്റുള്ളൂ. അപ്പൊ നമ്മളെന്താവും, എളുപ്പമായ മാർഗം, എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നൊക്കെയുള്ള അത്തരം വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എന്താക്കാൻ പറ്റുന്നുള്ളൂ, ഈ നമ്മുടെ ഈ ബിൽഡിംഗ് നിർമ്മാണം അല്ലെങ്കിൽ വീട് നിർമ്മാണം നമ്മൾക്ക് എളുപ്പമായിട്ട് കൊണ്ടുപോകാനും വളരെയധികം ചെലവ് കുറയ്ക്കാനും കഴിയും. അപ്പൊ അതിന് ശരിക്ക് ആ ഉപഭോക്താവ് ആരാണോ, നമ്മൾ വീടുണ്ടാക്കുന്ന വ്യക്തി, ഒരു നിതാന്തമായ ശ്രദ്ധ അതിനെക്കുറിച്ച് പുലർത്തുമ്പോൾ ഒരു നല്ലൊരു ഭാഗം വരെ ചെലവിനെ നമുക്ക് കുറയ്ക്കാൻ കഴിയും. പ്രധാനമായിട്ടും ഒരു നല്ലൊരു ഭാഗം ചെലവ് കൂടുന്നത് നിർമ്മാണ സമയത്ത് പൊളിച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിന് പ്ലാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വരുത്തുക എന്നല്ല, മറിച്ച് എന്ത് ചെയ്യും, പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അഭിപ്രായം അതങ്ങനെ മതി, ഇതിങ്ങനെ മതി, അപ്പൊ അതൊക്കെ അങ്ങനെ മതി എന്നുള്ള നിലക്ക് എന്ത് ചെയ്യും, ഒരു ഒഴുക്കും മട്ടിൽ അതിനെ അങ്ങനെയൊക്കെ തീരുമാനിക്കും. അതിനുശേഷമായിരിക്കും ആരെങ്കിലും വന്നിട്ട് തറയൊക്കെ കെട്ടിക്കഴിഞ്ഞ ശേഷമായിരിക്കും ആരെ വന്നിട്ട് അഭിപ്രായം പറയും, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ, ഇതിങ്ങനെ പ്രശ്നമാണ്, മറ്റേതിങ്ങനെ പ്രശ്നമാണ്, മറ്റേ ആ ഭാഗം അങ്ങനെ ചെയ്യാൻ പാടില്ല, റൂമിന് അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ ഷമീറിന് ഞാൻ കേട്ടതേ ഉള്ളൂ, ഞാൻ എന്താ പറഞ്ഞത് കേട്ടിയില്ല. അതിന്റെ ഇടയ്ക്ക് ഫോൺ വന്നപ്പോ എന്ത് സംഭവിച്ചു, ഞാൻ ഫോൺ എടുത്ത് സംസാരിച്ചു. അപ്പൊ അബുഷാക്ക് ഉസ്താദ് ക്ലാസ് എടുക്കണില്ലേ? ഉസ്താദെ ഉസ്താദെ നെറ്റ് പ്രോബ്ലം ആയിരിക്കും പോയല്ലേ? ശരി, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് അപ്പൊ അബുഷാക്ക് ഉസ്താദ് വന്നാല് നമുക്ക് എന്ത് ചെയ്യാം, ഏതൊക്കെയാണെങ്കിലും ഞാൻ അബുഷാക്ക് ഉസ്താദിന് വീട്ടിൽ പോയിട്ടോ, വീട്ടിൽ പോയ കഥ ഞാൻ എപ്പ പറയൂല, കാരണം ഉസ്താദ് കേട്ട പിൻകിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉസ്താദ് കേൾക്കാത്ത ദിവസം പറഞ്ഞുതരാ. നല്ല രസമായിരുന്നു ഞാനും പോയിട്ട്, അൽഹംദുലില്ലാഹ് റാഹത്തായിരുന്നു. ഉസ്താദ് നെറ്റ് പ്രോബ്ലമൊക്കെ മാറ്റി വരുമ്പോ നാളെ ഇങ്ങോട്ട് എന്റെ ഓഫീസിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഒരു റെസ്റ്റും ഉണ്ടാവില്ല കിട്ടാന്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നീട് അവസരത്തില് ഞാൻ പറയാം. അപ്പൊ ഏതായാലും നമ്മുടെ 28 ആയിക്കോട്ടെ. അല്ലാഹ് ഓരോ വട്ടന്മാർക്ക് ഓരോന്നും കിട്ടിക്കഴിഞ്ഞപ്പോ അപ്പൊ അപ്പൊ നമ്മളെ ഈ നെറ്റിലെ സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ അബുഷാക്കർ ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രത്യേക സംഭവം പേടിച്ചിട്ട് ചെല്ലാൻ പറ്റുമെന്ന്. അപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ ആ നിലക്ക് ഇങ്ങനെ അവിടെ ഉസ്താദിന്റെ മഹല്ല് പള്ളീന്റെ അടുത്ത് അവിടെ ഞാൻ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞു. കാത്തു നിൽക്കാണ്. അപ്പൊ ഈ കാത്തു നിൽക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ വരികയാണ്. അപ്പൊ എന്റെ കൂടെ എന്ത് ചെയ്ത്, ഈ സത്യത്തിൽ ഈ പോണതിന് മുമ്പ് തന്നെ 2 ദിവസം 4 ദിവസം പിന്നെ ഞാൻ വിളിച്ചിരുന്നു ഉസ്താദിനടുത്ത്. അപ്പൊ ആയിക്കോട്ടെ നീ വാ, എനിക്കിവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് നോക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. ആയിക്കോട്ടെ. അങ്ങനെ അന്ന് റബ്ബിന്റെ അഭിപ്രായം എനിക്ക് പോകാൻ പറ്റില്ല. ഈ പോകാൻ പക്കറ്റാണായപ്പോ എനിക്ക് ഭയങ്കര ബേജാറായി. പടച്ചോനെ ഇനിയിപ്പോ ഉസ്താദിന്റെ അടുത്ത് പോകാൻ പറ്റിയില്ല, ഇനിയിപ്പോ ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു ചോദിച്ചാല്
അപ്പൊ ഒരു സുഖവും കിട്ടൂല എന്നുള്ള നിലക്ക് ഞാൻ എന്താക്കില്ല, ഞാൻ ചോദിച്ചില്ല. ചോദിക്കാണ്ടിരുന്ന് ആയിക്കോട്ടെ, ഉത്തരം പറഞ്ഞ കേട്ടോ ഡോക്ടർക്ക്. ശരി, ആ കെട്ടിടത്തിന് വീഴുന്ന ഉത്തരം പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. അപ്പൊ ഏതായാലും അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ എന്താക്കി, ഇത് എനിക്ക് മനസ്സിലായി. ആ നേരത്തെ 2 ദിവസം ബ്രേക്ക് സംസാരിച്ച് പറഞ്ഞ ഞാനത് വായിച്ചു നോക്കിയ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് സംഭവം. അപ്പൊ ഏതായാലും അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ പോകുന്നത് ഒരു ധൈര്യമാണുള്ളത്. അവിടെ എത്തിയിട്ട് ചീത്ത കേൾക്കുകയാണെങ്കിൽ 2-3 ആൾക്കാർക്ക് ഒന്നിച്ച് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. അപ്പൊ എന്നുള്ള നിലക്ക് ഞാൻ എന്ത് ചെയ്ത് അബോഷനിൽ വിളിച്ചു. അബോഷനിൽ പറഞ്ഞ കാര്യം ചുമ്മക്ക് വല്ല പോയാലോ ഉസ്താദിന്റെ അടുത്ത്. ആയിക്കോട്ടെ ഞാനും വരാം. അപ്പോ ഉറപ്പില്ല ഞാൻ വരുന്ന വിഷയത്തിൽ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഒരു അങ്ങനെ ഒരു തങ്ങളുണ്ട് അവിടെ, തങ്ങൾപ്പാപ്പുണ്ട്. അപ്പൊ തങ്ങൾപ്പാപ്പ ഇങ്ങനെ സുലൈമാൻ ഫൈസി ഉസ്താദുണ്ട്, ഇങ്ങനെ വന്നിട്ടുണ്ട്, നാട്ടിലെത്തിയിട്ടുണ്ട്, നമുക്കത് കാണാൻ പോകല്ലോ ചോദിച്ചു. ഞാനൊന്ന് കാണണം വിചാരിച്ചിരിക്കാന്, നമുക്ക് പോകാതെ. അപ്പൊ ഞാനെന്താക്കി, ഇത് കിട്ടിയ അവസരമാണല്ലോ. അപ്പൊ ഞങ്ങള് നല്ല ഞങ്ങള് 3 ആളും കൂടെ ഉസ്താദ് വന്നാ ഉസ്താദ് വന്ന കൈ കുഞ്ച് ഞാൻ മൈക്കൂടാ, ഉസ്താദ് വന്ന റെഡി ആണെങ്കിൽ ഞാൻ മൈക്കൂടാ. അപ്പൊ അങ്ങനെ കട്ടുണ്ടാ വന്നൊന്നും പറഞ്ഞ് അടിച്ചു, അതാണ് ചോദിച്ചത്. ഇവിടെ ഗുഡ്, ക്ലിയർ, ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ അങ്ങനെ അബൂഷാക്ക് ഉസ്താദ് വന്നു. ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് വിട്ടു. അപ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും പറയാം. അപ്പൊ ഞാൻ ഉസ്താദിന് വേണ്ടി മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.